ഏ പ്രഭു യേ ക്യാ ഹുവ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നു ഇവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ. ഹൈറിച്ചോളികൾ എല്ലാവരും തന്നെ അവരുടെ യൂട്യൂബിലെ കണ്ടന്റുകൾ ഡിലീറ്റ് ആക്കുന്നു എന്നാണ്. ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെ ഡിലീറ്റ് ആക്കുന്നത് എപ്പോഴാണെന്ന് മാത്രമേ അറിയാതായിട്ടുള്ളൂ. അപ്പോൾ പ്രമീത സേവിയർ എന്ന് പറയുന്ന ഒരു വലിയ ലീഡർ, നമ്മുടെ 4 കോടിയിട്ട ഡോക്ടറെയൊക്കെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആ ആള്, അതുപോലെ തന്നെ ഈ ഹൈറിച്ചിൻ്റെ കേസ് വന്ന സമയത്ത് ആൾക്കാരെ കൂട്ടി, കുറച്ച് പെണ്ണുങ്ങളെ കൂട്ടി ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് സാധനം വാങ്ങിയ ആ ഒരു സ്ത്രീ ഒക്കെ അവരുടെ വീഡിയോ മൊത്തം ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. എന്താ കഥ? ഇവരൊക്കെയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല, ധൈര്യമായിട്ടിരിക്കൂ, നമ്മൾ തിരിച്ചു വരും, നമ്മളെ മാഡം തിരിച്ചു വരും, നമ്മുടെ സാറ് തിരിച്ചു വരും, യൂട്യൂബ് അല്ല നമ്മുടെ ഹൈറിച്ച് എന്ന് പറയുന്നത് ഇപ്പം അന്നമ്മയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താ കഥ? മൊത്തം ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. ഇതാ നിങ്ങൾക്ക് നോക്കാം, ദർ ഇസ് നോ കണ്ടന്റ് ഇൻ ദിസ് ചാനൽ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റൊരു പുലിയായ അയൂബ് ഖാൻ്റെ ചാനലിൽ ഇപ്പോൾ വെറും 78 വീഡിയോ ഉള്ളൂ. ഇതിനെ ന്യായീകരിക്കുന്ന വീഡിയോകളെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നു, പാവം. പിന്നെയുള്ളത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇവരൊക്കെ വീഡിയോ ഡിലീറ്റ് ആക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആ ചേച്ചി ഇപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇഡിയുടെ നോട്ടീസ് കിട്ടുന്നവരെ മാത്രമേ ഇവരും വീഡിയോ ചെയ്യുള്ളൂ എന്നാണ് പറയാനുള്ളത്. എന്തായാലും ആരെങ്കിലും ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ചേച്ചിയുടെ പേരോ നമ്പറോ തരികയാണെങ്കിൽ ആ ഒരു ഉദ്യമം വേഗമാക്കി കൊടുക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. ആരെങ്കിലും ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ചേച്ചിയുടെ ഡീറ്റെയിൽസ്, എന്തായാലും ചിലപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് വെറും ഒരു വോയിസ് മാത്രമായിരിക്കാം. ഇതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രം അറിയുന്നത് ഇവരുടെ ആങ്ങളെയോ ഭർത്താവോ ആയിരിക്കാം. അവർ ഇതിൽ ഒരുപാട് പൈസ ഉണ്ടാക്കിയ ആളായിരിക്കാം, ഒരുപാട് ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള ആളായിരിക്കാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ന്യായീകരണ വീഡിയോ ഇറക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഏ പ്രഭു യേ ക്യാ ഹുവ, നിങ്ങളിങ്ങനെ പേടിക്കല്ലേ, നിങ്ങളിങ്ങനെ ഡിലീറ്റ് ആക്കല്ലേ. ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്കൊക്കെ പാനിക്ക്. അപ്പോൾ എന്തായാലും നല്ല നല്ല വാർത്തകളാണ് ഇഡിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാനും ഇവരുടെയൊക്കെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കുന്നതും ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇവർ പറയുന്ന പോലെ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.